അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി എന്തൊക്കെയാണോ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മളെപ്പറ്റി എന്തൊക്കെ അറിയാം എന്ന് നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഇൻഫർമേഷൻസ് എല്ലാം കൺസോൾഡേറ്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ITR 1 എന്നുള്ളൊരു ഫോം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് വേണമെങ്കിൽ ഒരാൾക്ക് സ്വയം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അടുത്ത ഫോമുകളുണ്ടല്ലോ, ITR 2 ക്യാപിറ്റൽ ഗെയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് റിട്ടേണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് നമുക്ക് കുറച്ചൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതും കൂടി അറിഞ്ഞിരുന്നാലാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ ചെറുകിട ഒറ്റയ്ക്കൊരാൾ തുടങ്ങണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ വന്ന ബഡ്ജറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ 12 lakhs വരെ ആക്ച്വലി മീൻസ് ടാക്സ് വരുന്നില്ല. 12 ലക്ഷം വരുമാനമുള്ള ആളുകൾക്ക് ടാക്സ് വരുന്നില്ല. അപ്പോൾ അത് ന്യൂ ടാക്സ് റെജീം പ്രകാരമാണ് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 99.9% ആളുകൾ ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യണത്. ഓൾഡ് ടാക്സ് റെജീം ആണെങ്കിൽ 5 ലക്ഷം കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 12 lakhs കഴിഞ്ഞാലേ ടാക്സ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ന്യൂ ടാക്സ് റെജീം ഓൾഡ് ടാക്സ് റെജീം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ന്യൂ ടാക്സ് റെജീമായിട്ട് ഓൾഡ് ടാക്സ് റെജീമിന് കോമ്പറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 7 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ് വേണം. 1 കോടി രൂപയ്ക്ക് ഒരു വീട് വെക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കണ്ട. അങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട് ഈ വീട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് സിമിലർലി ഓൾമോസ്റ്റ് എല്ലാ ക്യാപിറ്റൽ ഗെയിനും അപ്ലിക്കബിളാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 വർഷത്തിനേക്കാട്ടും കൂടുതലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കണ അസറ്റാണ്. എല്ലാവർക്കും നമസ്കാരം. സാധാരണക്കാർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുത്തുന്നത് എന്നീ വിഷയത്തിലൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ചാർട്ടേഡ് അക്കൗണ്ട് സുബിൻ VR സർ ചേരുന്നു. നമസ്കാരം സർ. നമുക്കറിയാം ഇപ്പോൾ ITR ഫയൽ ചെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പം ഡെഡ് ലൈൻ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പം സാധാരണക്കാർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് കോമൺ ആയിട്ട് വരുത്താറുള്ളത്? സാധാരണക്കാർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ എല്ലാ വരുമാനങ്ങളും അവർ വെളിപ്പെടുത്താനായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമല്ലോ. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ എല്ലാ ഇൻഫർമേഷനും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ 26AS എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്. അതല്ലെങ്കിൽ AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി ഉണ്ട്, TIS ടാക്സ് ഇൻഫർമേഷൻ സമ്മറി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി എന്തൊക്കെയാണോ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മളെപ്പറ്റി എന്തൊക്കെ അറിയാം എന്ന് നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഇൻഫർമേഷൻസ് എല്ലാം കൺസോൾഡേറ്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. ഇപ്പം നമ്മൾ കാണുന്നതാണ്, സാറിനെ പോലെയുള്ളവരെ നമ്മൾ ചിലപ്പോൾ ITR ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ സ്വന്തം ചെയ്യുന്ന ആളുകളും ഉണ്ടല്ലോ. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ITR 1 എന്നുള്ളൊരു ഫോം ഉണ്ടല്ലോ, ഇതിപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹത്തിന് സാലറി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഇൻകം, എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ITR 1 എന്നുള്ളൊരു ഫോം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് വേണമെങ്കിൽ ഒരാൾക്ക് സ്വയം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അടുത്ത ഫോമുകളുണ്ടല്ലോ, ITR 2 ക്യാപിറ്റൽ ഗെയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് റിട്ടേണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് നമുക്ക് കുറച്ചൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതും കൂടി അറിഞ്ഞിരുന്നാലാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ സാധാരണ പോയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ വീട്ടമ്മമാർ ഇപ്പോൾ ITR ഫയൽ ചെയ്തത് കൊണ്ടുള്ള മെച്ചം എന്താണ്? ഇപ്പോൾ അവർക്ക് ഇൻകം ഒന്നും ഇല്ല, അപ്പം അങ്ങനെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരു ഇൻകം ഉള്ളവരാണത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പറയും ബാങ്ക് ലോണൊക്കെ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അമ്മമാരൊക്കെ തന്നെ, ജോലി ഇല്ലാത്ത അമ്മമാരെ കുറിച്ചാണ്, അവരൊക്കെ ITR ഫയൽ ചെയ്യേണ്ടതുണ്ടോ? അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഒരു വരുമാനമാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ വരുമാനം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യണമെന്നില്ല. ഇനി അതർവൈസ് അവർക്ക് വേറൊരു
ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും സൈഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇപ്പോൾ കുടുംബശ്രീയോ അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്ന് അങ്ങനെ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിൽ തന്നെ ചിലപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പോൾ എറണാകുളം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പാർട്ട് ടൈം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ഇൻകം ഉണ്ടായിരിക്കും മേ ബി. അപ്പോൾ ഒരു ഇൻകം ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ബാങ്കിൽ ലോൺ കിട്ടാൻ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആണോ? ITR ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണല്ലോ ഈ ITR ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ക്രൈറ്റീരിയ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോണൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ആണ് ലോൺ തരുന്നതിനായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതാണ് എല്ലാവരും തന്നെ ചെറിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുമല്ലോ, ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പുകളൊക്കെ നടത്തുമല്ലോ. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആദ്യ വർഷത്തിൽ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ ചെറുകിട ഒറ്റയ്ക്കൊരാൾ തുടങ്ങണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ മിക്കവാറും അദ്ദേഹത്തിനൊരു MSME രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ ഒരു ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു ആധാർ ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ അതേപോലെ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. വേറൊരു കാര്യം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളുടെ കണക്ക് വേറെ, ബിസിനസിൻ്റെ കണക്ക് വേറെ, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മളൊരു കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബിസിനസ്സിന് വേണ്ടി വേറൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ കണക്ക് വേറെ, നമ്മളുടെ പേഴ്സണൽ കണക്ക് വേറെ. അപ്പോൾ അതാണ് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പം അതുപോലെ ഓൾഡ് റെജീം ഉണ്ട്, ന്യൂ റെജീം ഉണ്ട്. ഇങ്ങനെ ടാക്സ് ഫയൽ ചെയ്യുന്നതിന് പ്രത്യേക ഏരിയകളുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു സാലറീഡ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ വന്ന ബഡ്ജറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ 12 lakhs വരെ ആക്ച്വലി മീൻസ് ടാക്സ് വരുന്നില്ല. 12 ലക്ഷം വരുമാനമുള്ള ആളുകൾക്ക് ടാക്സ് വരുന്നില്ല. അപ്പോൾ അത് ന്യൂ ടാക്സ് റെജീം പ്രകാരമാണ് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 99.9% ആളുകളും ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യണത്. അപ്പോൾ ഓൾഡ് ടാക്സ് റെജീമിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് അവേ ഞങ്ങൾ പറയാറുള്ളത് കണ്ണടച്ച് ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാം എന്നാണ്. കാരണം ഓൾമോസ്റ്റ് 99% ആളുകളും ന്യൂ ടാക്സ് റെജീം ആയിരിക്കും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നമ്മളൊരു പ്രത്യേകിച്ച് വലിയൊരു അനാലിസിസിന് പോയിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ന്യൂ ടാക്സ് റെജീമിൽ ഫയൽ ചെയ്താൽ നമുക്ക് കിട്ടുക? ന്യൂ ടാക്സ് റെജീമിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 30% സ്ലാബ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ഹയസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത്. ഓൾഡ് ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം കഴിഞ്ഞാൽ തന്നെ 30%ലേക്ക് പോകും. ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 24 lakhs കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ 30% സ്ലാബിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ ശരിക്കും ടാക്സ് റേറ്റ് ഭയങ്കര ഒരു ടാക്സ് ഇൻസെൻറ്റീവാണ് ഈ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ അത് കാരണം തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഒരു മാറ്റർ. പക്ഷേ ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് എത്രത്തോളം ഉണ്ടായിരിക്കും ഒരാൾക്ക്. അതായത് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം ആണെങ്കിൽ 5 ലക്ഷം കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 12 lakhs കഴിഞ്ഞാലേ ടാക്സ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ന്യൂ ടാക്സ് റെജീം ഓൾഡ് ടാക്സ് റെജീം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ന്യൂ ടാക്സ് റെജീമായിട്ട് ഓൾഡ് ടാക്സ് റെജീമിന് കോമ്പറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 7 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ് വേണം. എന്നാലാണല്ല 12 നിന്ന് 5 എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എത്ര പേർക്ക് ഉണ്ടായിരിക്കും 7 ലക്ഷം രൂപ വരെയൊക്കെ ഡിഡക്ഷൻസ്? അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് അവേ എല്ലാവരും ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കേട്ടിട്ടുള്ള ഒന്നാണ് 80C 80D ഇങ്ങനെ നിയമപരമായിട്ട് സാധാരണക്കാർക്ക് ടാക്സ് ഇളവുകൾ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളുണ്ട്. ഇതുപോലെ സാധാരണക്കാർക്ക് അറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുകളൊക്കെ ഉണ്ടോ? അതിൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ആക്ട് 1961 ഡിഡക്ഷൻസ് ആണ്. ഇപ്പോൾ 80C 80D ഇതെല്ലാം ആക്ച്വലി കണക്റ്റഡ് ടു ദ ഓൾഡ് ടാക്സ് റെജീം. ഇതൊക്കെ ഓൾഡ് ടാക്സ് റെജീമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ തന്നിട്ട് അതിന് പ്രത്യേകിച്ച് റെലവൻസ് ഒന്നുമില്ല. അതായത് എല്ലാവരും ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ ഈ ഡിഡക്ഷൻസിന് പ്രത്യേകിച്ച് പ്രാധാന്യം വരുന്നില്ല അവിടെ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ 80C, ഇപ്പോൾ ക്രിസ്ത്യൻ നേരത്തെ പറഞ്ഞ പോലെ 80C 80D അല്ലാതെ വേറെ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 80TTB അല്ലെങ്കിൽ 80TTA എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 80U എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരാൾ ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഡക്ഷൻ എടുക്കാം. ഒരു അസസി തന്നെ ഡിസേബിൾ ആണെങ്കിൽ ഡിഡക്ഷൻ എടുക്കാം. പക്ഷേ ഇതൊക്കെ വരുന്നത് ഓൾഡ് ടാക്സ് റെജീമിലാണ്. അപ്പോൾ എല്ലാവരും ന്യൂ ടാക്സ് റെജീം എടുക്കുമ്പോൾ ആരാണ് ഈ ഡിഡക്ഷനൊക്കെ വായിച്ച് നോക്കാനായിട്ട് പോകുന്നത്? പ്രത്യേകിച്ച് അതിൽ അർത്ഥമൊന്നും ഇല്ലാത്തൊരു സെനാരിയോയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഹോം ലോൺ ഉള്ളവരൊക്കെ പറയുന്ന കേൾക്കാലോ ഓൾ ടാക്സ് റെജീം കുറച്ചും കൂടെ നല്ലതാണ് എന്ന്. ആയിരുന്നു. ലാസ്റ്റ് ഇയർക്ക് വരെ പിന്നെയും കുറച്ചും കൂടി നമുക്ക് കമ്പയർ ചെയ്യായിരുന്നു. കാരണം ലാസ്റ്റ് ഇയർ വരെ ഈ 5 lakhs ആയിരുന്നു ഓൾഡ് ടാക്സ് റെജീം, 7 lakhs ആയിരുന്നു ന്യൂ ടാക്സ് റെജീം. അപ്പോൾ ഒരുപാട് കുറച്ചും കൂടി ഒന്ന് കോമ്പറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു 2 lakhs വരെ നമുക്ക് ഇൻട്രസ്റ്റിന് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. ഒരു 1.5 lakhs വരെ നേരത്തെ പറഞ്ഞ പോലെ ATC, ATD അതൊക്കെ ആ ഒരു ഇതിലൊക്കെ ടോട്ടൽ ചിലപ്പോൾ ഒരു 2 or 2.5 lakhs ഒക്കെ ക്ലെയിം ചെയ്യാം. 1.5 പ്ലസ് ATDയിൽ മാക്സിമം 1 lakh ഒക്കെ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 2.5 പ്ലസ് 2 4 ലക്ഷം 4.5 ലക്ഷം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ക്ലെയിം എടുക്കാവുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ 5+4 നോക്കുമ്പോൾ ഏകദേശം ഒരു 9 lakhs ഒക്കെ വരെ ഓൾഡ് ടാക്സ് റെജീമിൽ പോവായിരുന്നു. പക്ഷേ ഈ വർഷം തൊട്ട് സെനാരിയോ കംപ്ലീറ്റ് മാറിയല്ലോ. ഈ വർഷം തൊട്ട് ഈ 7 മുമ്പ് ഉണ്ടായിരുന്ന ന്യൂ ടാക്സ് റെജീമിൻ്റെ 7 lakhs ലിമിറ്റ് ഉണ്ടല്ലോ, അത് സ്ട്രൈറ്റ് അവേ 12 lakhsലേക്ക് പോയി. അപ്പോൾ പിന്നെ ഇനി ആരാണ് ഇത് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നിൽക്കുന്നത്? ഒരാളും ആ പണിക്ക് പോകുന്നില്ല. ആളുകൾക്ക് ഒരു മടിയുള്ളത് പോലെ സാറിന് തോന്നുന്നുണ്ടോ ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ സ്ലോവിലി ആളുകളത് ഇപ്പം മനസ്സിലാക്കി. ഇപ്പം നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ ഓൾഡ് ടാക്സ് റെജീം എന്നായിരിക്കും, പക്ഷേ നമ്മൾ ഫയൽ ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ ന്യൂ ടാക്സ് റെജീം ആയിരിക്കും. അപ്പോൾ അവിടേക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ 5ഉം 7ഉം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വളരെ ചെറുതല്ലായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതായത് ഏതായിരിക്കും ലാഭം. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം, കാരണം കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കൂട്ടി നോക്കണം, എന്നിട്ടാണ് ന്യൂ ആണോ ഓൾഡ് ആണോ ബെനിഫിഷ്യൽ എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ അങ്ങനെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. സ്ട്രൈറ്റ് അവേ നമുക്ക് 12 lakhs വരെ ഇൻകം ഫ്രീ ആണ്, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ ന്യൂ ടാക്സ് റെജീമാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അതും സാലറിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 12 + 75,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടി വരുമല്ലോ. അപ്പോൾ 12.25 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ബെനിഫിറ്റുകൾ വരുന്നത്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ചിലപ്പോൾ നമ്മൾ TDS പിടിച്ചിട്ട് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമല്ലോ, നമുക്ക് TDS റിട്ടേൺ കിട്ടുന്നവരുണ്ട്. ചിലർ പറയും നമുക്ക് TDS ഒന്നും കിട്ടാനില്ല, എന്നാൽ നമ്മൾ അത്രയും എത്തിയിട്ടുമില്ല, അതുകൊണ്ട് നമ്മൾ ഫയൽ ചെയ്യണ്ട എന്ന തീരുമാനത്തിലെത്തുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? അത് നമുക്ക് ടാക്സ് ഇളവ് കിട്ടാനൊന്നും ഇല്ല, നമ്മൾ അത്രയും ഒന്നും എത്തിയിട്ടുമില്ല നമ്മുടെ സാലറി സ്കെയിൽ നോക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു മാറ്റർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരാളുടെ വരുമാനം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല. ഒരാളുടെ സമയം ഇപ്പോൾ ഒരാളുടെ സാലറി 12 ലക്ഷം ആണെങ്കിൽ അദ്ദേഹത്തിന് ടാക്സ് ഒന്നും വരുന്നില്ല. പക്ഷേ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ടാക്സ് ഇല്ലാത്ത ഒരു പരിധി എന്ന് പറയുന്നത് അത് ആക്ച്വലി 4 lakhs ആണ്. അതായത് അപ്പോൾ 4 ലക്ഷം ഒരാളുടെ ഇൻകം കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഒരാളുടെ വരുമാനം 4 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണം. ടാക്സ് ഒന്നുമില്ല, ശരി തന്നെ. കാരണം മറ്റേന്ന് പറഞ്ഞ ഒരു ഡിസ്കൗണ്ടാണ് കിട്ടുന്നത്. 4 ലക്ഷം കഴിയുമ്പോൾ അവിടെ ടാക്സ് റൺ ചെയ്ത് തുടങ്ങുന്നുണ്ട്. 4 ലക്ഷം കഴിയുമ്പോൾ 12 ലക്ഷം വരുമാനമുള്ള ഒരാൾക്ക് 60,000 രൂപ സ്ലാബ് നിരക്ക് പ്രകാരം ടാക്സ് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരുമാനം 12 ലക്ഷം അതിൽ താഴെ ആകുമ്പോൾ ഈ 60,000 രൂപ അടയ്ക്കേണ്ട, ഗവൺമെൻറ് ഒരു ഡിസ്കൗണ്ട് ആയിട്ട് തരികയാണ്. അങ്ങനെ സംഭവിക്കുന്നത് ആക്ച്വലി. അല്ലാതെ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നല്ല. അതായത് 12 ലക്ഷം വരുമാനമുള്ള ആൾക്ക് 60,000 രൂപ ടാക്സ് ഉണ്ട്. സിൻസ് യുവർ ഇൻകം ഈസ് ലെസ് ദാൻ 12 lakhs, ഈ 60,000 രൂപ ഗവൺമെൻറ് ഡിസ്കൗണ്ട് ആയിട്ട് തരുന്നു. അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട, അങ്ങനെയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് 4 ലക്ഷം കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. 4 ലക്ഷം വരെയുള്ള സാലറി വരുന്ന ആളുകൾ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. 4 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അതായത് പ്രൊവൈഡഡ് അദ്ദേഹം ഇപ്പോൾ എല്ലാവരും ഡിഫോൾട്ടായിട്ട് ന്യൂ ടാക്സ് റെജീമാണല്ലോ ഒപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ടാക്സ് റെജീമിൻ്റെ ഒരു ബേസിക് എക്സംഷൻ വരുന്നത് 4 lakhs ആണ്. ഓൾഡ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ 2.5 lakhs ആണ്. എന്തായാലും ഓൾഡ് ടാക്സ് ആരും ഫയൽ ചെയ്യാത്ത കാരണം അപ്പം നമുക്ക് 4 തന്നെ എടുക്കാം. അപ്പോൾ 4 ലക്ഷത്തിന് മുകളിലാണ് ഒരാളുടെ വരുമാനമെങ്കിൽ ഡെഫിനറ്റ്ലി ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. ഒരാൾ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് എപ്പോഴാണ് GST എടുക്കേണ്ടത്? GST എടുത്തില്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? GST എടുക്കേണ്ടത് നമ്മളൊരാൾ സർവീസാണോ ഗുഡ്സ് ആണോ അദ്ദേഹം ഡീൽ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. സർവീസ് ആണെന്ന് വിചാരിക്കും. സർവീസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 20 lakhs അടുത്ത് ക്രോസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വരുമാനം 20 ലക്ഷം ക്രോസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം. ഇനി ഗുഡ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് 40 lakhs ആണ്. 40 ലക്ഷം ടേൺ ഓവർ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കണം. ഗുഡ്സ് ആണോ സർവീസ് ആണോ ഡീൽ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് മാറി നിൽക്കും അത് GST എപ്പോൾ എടുക്കണം എന്നുള്ളത്.
അതുപോലെ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല, ആളുകൾക്ക് ടാക്സ് അടയ്ക്കാൻ നല്ല മടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട് വിൽക്കുന്നു അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നു, വലിയൊരു എമൗണ്ട് വരുന്ന ഒരു സമയത്ത് നമുക്ക് നിയമപരമായി എന്തെങ്കിലും രീതിയിലൊക്കെ ടാക്സ് ഇളവുകൾ നേടാനോ ടാക്സ് അടയ്ക്കാതിരിക്കാനോ വല്ല വഴികളുണ്ടോ? ഈ വീട് വെക്കുന്നത് എന്ന് പറയുന്നത് കൃഷിനെ പറഞ്ഞത് ഒരു വലിയൊരു പോയിന്റാണ്. അതായത് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം വീട് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് വലിയൊരു ടാക്സ് പ്ലാനിങ് എലമെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു സ്ഥലം വിറ്റു, അല്ലെങ്കിൽ ഞാനൊരു വീട് വിറ്റു എന്ന് വിചാരിക്കും. അപ്പോൾ അതിലൊരു 1 കോടി രൂപയുടെ അടുത്ത് എനിക്ക് ലാഭം കിട്ടി. അപ്പം ഞാൻ ഈ 1 കോടി രൂപയ്ക്ക് ഒരു വീട് വെക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കണ്ട. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട് ഈ വീട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് സിമിലർലി ഓൾമോസ്റ്റ് എല്ലാ ക്യാപിറ്റൽ ഗെയിനും അപ്ലിക്കബിളാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 വർഷത്തിനേക്കാട്ടും കൂടുതലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുന്ന അസറ്റാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ ഒരു മോർ ദാൻ 1 ഇയർ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു 1 കോടി രൂപ മ്യൂച്വൽ ഫണ്ട് വിറ്റ് കിട്ടി എന്ന് വിചാരിക്കും, ലാഭം കിട്ടി. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം കിട്ടി. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്വർണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1 കോടി രൂപയ്ക്ക് സ്വർണ്ണം വിറ്റു എന്ന് വിചാരിക്കും. 1 കോടി രൂപയ്ക്കൊക്കെ സ്വർണ്ണം വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ 60-70 ലക്ഷം രൂപ ചിലപ്പോൾ അതിൽ ലാഭമായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ടാക്സ് വരും, അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഈ പൈസ എടുത്തിട്ട് നമ്മൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ അതൊരു വലിയൊരു ടാക്സ് പ്ലാനിങ് എലമെൻ്റാണത്. ആളുകൾക്ക് ഇത് എങ്ങനെയെങ്കിലും നിയമപരമായി ഇതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് വന്ന് ചോദിക്കില്ല. സാറിൻ്റെ അടുത്ത് അങ്ങനെ വന്ന് ചോദിക്കാറുണ്ടോ? വലിയൊരു എമൗണ്ട് ഉണ്ട്, ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഈ ടാക്സ് അടയ്ക്കുന്നതിൽ ആളുകൾക്ക് ഒരു മടിയുണ്ടോ? മടിയുണ്ട്. പൈസ ഗവൺമെന്റിന് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്.